ഹലോ എവരി വൺ, നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയൊരു കോഴ്സാണ്. ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റിലെ സബ്ജക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ സബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് EST 130 ആണ്. EST 130 എന്നുള്ള സബ്ജക്റ്റ് കോഡുള്ള സബ്ജക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ നോക്ക്, ഇതിൻ്റെ മൊത്തം ക്രെഡിറ്റ്, ഈ സബ്ജക്റ്റിൻ്റെ മൊത്തം ക്രെഡിറ്റ് 4 ആണ്. എന്താണ് ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്രെഡിറ്റിൻ്റെ ബേസിലാണ്. അപ്പോൾ ചില സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റ് 3 ആയിരിക്കും, ചില സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റ് 1.5 ആയിരിക്കും, ചില സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റ് 5 ആയിരിക്കും. അപ്പോൾ മാക്സിമം ക്രെഡിറ്റുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോർ സബ്ജക്ട്സുകളാണ്. അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിൽ നല്ല മാർക്ക് സ്കോർ ചെയ്താൽ നമ്മുടെ മൊത്തം പേഴ്സൻറ്റേജിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നമുക്ക് വീക്കിലി 4 ലെക്ചർ അവറാണ് സിലബസിൽ പറയുന്നത്. ഈ T എന്ന് പറയുന്നത് ട്യൂട്ടോറിയലും P എന്ന് പറയുന്നത് പ്രാക്ടിക്കലുമാണ്. അതിപ്പോൾ ഈ സബ്ജക്റ്റിന് ഇല്ലല്ലോ. അപ്പം മൊത്തം വീക്കിലി 4 അവേഴ്സാണ് പറയുന്നത്. ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും കൂട്ടിയിട്ടാണ് 4 അവേഴ്സ്. ഓക്കെ, അതായത് ഇലക്ട്രിക്കലിന് 2 അവറും ഇലക്ട്രോണിക്സിന് 2 അവറുമാണ് വീക്കിലി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റ് ശരിക്കും 2 ഫാക്കൽറ്റീസാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇലക്ട്രിക്കൽ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഫസീൻ സാറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ട്രിപ്പിളി ഫാക്കൽറ്റിയാണ് ഫസീൻ സാറാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുന്നത്. ഓക്കെ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എടുക്കുന്നത് ജിബിനി പി. ഞാൻ തന്നെയാണ് ഇലക്ട്രോണിക്സ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ 3 മൊഡ്യൂൾ ഇലക്ട്രിക്കലും ലാസ്റ്റത്തെ 3 മൊഡ്യൂൾ ഇലക്ട്രോണിക്സുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി നോക്കുകയാണെങ്കിൽ, അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഈ 6 മൊഡ്യൂളിൻ്റെ ബേസിലാണ് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ മൊത്തം മാർക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 150 എന്നുള്ളൊരു ടോട്ടൽ മാർക്ക് നമ്മൾ പറയുകയാണെങ്കിൽ അതിൽ 100 മാർക്ക് റിട്ടൺ എക്സാമിൻ്റെ മാർക്കും 50 മാർക്ക് നമ്മുടെ ഇൻറ്റേർണൽ മാർക്കുമാണ്. ഇങ്ങനെയാണ് മൊത്തം 150 വരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 150 ഇൻറ്റേർണൽ മാർക്കിൽ 10 മാർക്ക് പ്യുവർലി എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അറ്റൻഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് 10 മാർക്ക് വരുന്നത്. 15 മാർക്ക് എന്നുള്ളത് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സീരീസ് എക്സാമിൻ്റെ ബേസിലാണ് നമുക്ക് 25 മാർക്ക്, 15 അല്ല 25 മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന കണ്ടിന്യൂസ് ഇവാലുവേഷൻ എക്സാമിൻ്റെ ബേസിലാണ് നമുക്ക് 25 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. റിമൈനിങ് വരുന്ന 15 മാർക്ക് അസൈൻമെൻറ്റ് അല്ലെങ്കിൽ ക്വിസ് അല്ലെങ്കിൽ കോഴ്സ് പ്രൊജക്റ്റിനാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അസൈൻമെൻറ്റ്സ് തരും. ഈ അസൈൻമെൻറ്റ്സിൻ്റെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചാണ് നിങ്ങൾക്ക് 15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ഇങ്ങനെ മൊത്തം 50 മാർക്കാണ് നമുക്ക് ഇൻറ്റേർണൽ മാർക്കായിട്ട് കിട്ടുക. ഈ 50 മാർക്കിൻ്റെ കൂടെ 100 മാർക്ക് നമ്മൾ എഴുതുന്ന എക്സ്റ്റേണൽ എക്സാമിനേഷൻ്റെ മാർക്ക്. ഈ 100 മാർക്കിൽ 50 മാർക്ക് ഇലക്ട്രിക്കലും 50 മാർക്ക് എന്താണ്? ഇലക്ട്രോണിക്സുമാണ്. അപ്പോൾ നമ്മൾ സെമസ്റ്റർ എക്സാമിനേഷൻ്റെ പാറ്റേൺ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ സെമസ്റ്റർ എക്സാമിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് എക്സാമിനേഷനിൽ ദർ വിൽ ബി 2 പാർട്സ്. പാർട്ട് 1 ഫോർ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് പാർട്ട് 2 ഫോർ ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ക്യാരീസ് 50 മാർക്ക് ഈച്ച്. ഇപ്പോൾ പാർട്ട് 1 ഇലക്ട്രിക്കലാണ്, പാർട്ട് 2 എന്താണ്? ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രിക്കലിന് 50 മാർക്ക്, ഇലക്ട്രോണിക്സിന് 50 മാർക്ക്. ഫോർ ദി സെമസ്റ്റർ എക്സാമിനേഷൻ പാർട്ട് 1 കണ്ടെയ്ൻ 2 പാർട്സ്. പാർട്ട് 1 തന്നെ വീണ്ടും 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എ കണ്ടെയ്ൻ 5 ക്വസ്റ്റ്യൻസ് ക്യാരിങ് 4 മാർക്സ് ഈച്ച്. പാർട്ട് ബി കണ്ടെയ്ൻ 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ ഔട്ട് ഓഫ് വിച്ച് 1 ടു ബി ആൻസേർഡ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് മൊത്തം 6 മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്. 3 മൊഡ്യൂൾ ഇലക്ട്രിക്കലും 3 മൊഡ്യൂൾ ഇലക്ട്രോണിക്സും. ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ 50 മാർക്കും ഇലക്ട്രോണിക്സ് 50 മാർക്കും. ഈ 50 മാർക്ക് ഇലക്ട്രിക്കലിൽ നമുക്ക് എങ്ങനെയാണ് വരിക? 2 സബ് പാർട്ട് വരും. പാർട്ട് എ വരും, അതുപോലെ പാർട്ട് ബി വരും അല്ലേ. പാർട്ട് എ എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ്, 4 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ. പാർട്ട് ബി എന്ന് പറയുന്നത് 10 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ. നമ്മൾ 3 മൊഡ്യൂളാണ് ഇലക്ട്രിക്കൽ വരിക. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ മൊഡ്യൂൾ 1 2 ക്വസ്റ്റ്യൻ, അതിൽ എനി 1. മൊഡ്യൂൾ 2 2 ക്വസ്റ്റ്യൻ, അതിൽ എനി 1. മൊഡ്യൂൾ 3 2 ക്വസ്റ്റ്യൻ, അതിൽ എനി 1. ഈ രീതിയിലായിരിക്കും പാറ്റേൺ പഠിക്കേണ്ടി വരിക. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് പാറ്റേൺ ഇരിക്കുന്നത്.
ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നമ്മളിപ്പോൾ പറഞ്ഞു, എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ്റെ പാറ്റേൺ പറഞ്ഞു. ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ഹൗവെവർ സ്റ്റുഡൻറ്റ് ഷുഡ് ആൻസർ ബോത്ത് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഇൻ സെപ്പറേറ്റ് ആൻസർ ബുക്ക്ലെറ്റ്സ്. അപ്പോൾ ഒറ്റ സബ്ജക്റ്റ് കോഡാണെങ്കിലും ഇലക്ട്രിക്കൽ സെപ്പറേറ്റും ഇലക്ട്രോണിക്സ് സെപ്പറേറ്റും ആയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. രണ്ടിനും 2 ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും ഇൻറ്റേർണലിനെ കുറിച്ചും എൻഡ് സെമസ്റ്റർ എക്സാമിനെ കുറിച്ചും പറയാറുള്ളത്. അപ്പോൾ നിങ്ങളിതിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഇലക്ട്രോണിക്സ് പാർട്ടാണ്. ഇലക്ട്രോണിക്സ് പാർട്ടിൽ നമുക്ക് 3 മൊഡ്യൂൾ പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 4ഉം മൊഡ്യൂൾ 5ഉം മൊഡ്യൂൾ 6ഉം ആണ് ഇലക്ട്രോണിക്സ്. മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം മൊഡ്യൂൾ 3ഉം ആണ് ഇലക്ട്രിക്കൽ. അപ്പോൾ രണ്ടും നമ്മൾ പാരലായിട്ട് പഠിക്കും. അപ്പോൾ ഫസീൻ സാർ അവിടുന്ന് ബേസിക് ഇലക്ട്രിക്കലിൽ മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യും, ഞാനിവിടെ ഇലക്ട്രോണിക്സിൽ മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യും. രണ്ടും പാരലായിട്ട് നടക്കും. ഓക്കെ, നമുക്ക് രണ്ടും 2 ദിവസങ്ങളിലാണ്. അപ്പോൾ മൊഡ്യൂൾ 4 നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 4ൽ അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ മെയിൻ നെസസിറ്റി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ ഇതുപോലെ എല്ലാ സബ്ജക്റ്റും ഉണ്ട്. ഇപ്പോൾ ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടിംഗ് എഞ്ചിനീയറിംഗ് എന്നുള്ള പേപ്പറുണ്ട്. അപ്പോൾ ശരിക്കും എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനെ കുറിച്ചും കോമൺ ആയിട്ടൊരു ഐഡിയ കൊണ്ടുവരിക എന്നുള്ള പർപ്പസിലാണ്. ഇപ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് ഒരു കോമൺ ഐഡിയ സിവിലിനും മെക്കാനിക്കലിനും സേഫ്റ്റിക്കും കൊണ്ടുവരിക എന്നുള്ളൊരു പർപ്പസിലാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, 3 മൊഡ്യൂൾ. മൊഡ്യൂൾ 4 നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ് മൊഡ്യൂൾ 4ൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് സിലബസിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സെമി കണ്ടക്ടർ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സിലെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കോമ്പണൻ്റായ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ഡയോഡ്, ട്രാൻസിസ്റ്റർ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ഡയോഡ്, അതുപോലെ എന്താണ് ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെപ്ത് അനാലിസിസ് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത് മൊഡ്യൂൾ 4ൽ. നിങ്ങൾ എനിക്ക് തോന്നുന്നു +1 +2 നിങ്ങൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക്സിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിൽ മൊഡ്യൂൾ 5 ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ 5 എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രോണിക് സർക്യൂട്ട് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ. അപ്പോൾ ഏതൊക്കെ ഇലക്ട്രോണിക് സർക്യൂട്ട്സുകളുണ്ട്, എന്താണ് ഇൻസ്ട്രുമെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സിലബസിലേക്കൊക്കെ നമുക്ക് ഇറങ്ങിപ്പോവാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 6 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം 2 എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഉണ്ട്. ഒന്ന് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള കോർ ബ്രാഞ്ചിൻ്റെ സബായിട്ടാണ് നമ്മൾ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നുള്ള കോർ ബ്രാഞ്ചിൻ്റെ സബായിട്ടാണ് നമ്മൾ മൊഡ്യൂൾ 4ഉം മൊഡ്യൂൾ 5ഉം മൊഡ്യൂൾ 6ഉം പഠിക്കുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഇലക്ട്രോണിക്സ് ആണ് നമ്മൾ മൊഡ്യൂൾ 4ലും മൊഡ്യൂൾ 5ലും പഠിക്കുന്നത്. അതിലെ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ മൊഡ്യൂൾ 6ൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്, 5G ടെക്നോളജി എന്താണ്, AM എന്താണ്, FM എന്താണ്, അതിൻ്റെ ഫ്രീക്വൻസി ബാൻഡ്സ് എങ്ങനെയാണ്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് GSM എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റുകളാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് സിലബസ് ഔട്ട്ലൈൻ. ഈ സിലബസ് ഔട്ട്ലൈൻ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീക്ക് തൊട്ട് റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സസ് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടി നോക്കാനുണ്ട്. നമ്മൾ ഇതിലെ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്ക്, ഇത് അതിൻ്റെ ടെക്സ്റ്റ് ബുക്കും റെഫറൻസ് ബുക്കുകളുമാണ്. അപ്പോൾ ശരിക്കും ഈ എല്ലാ ബുക്കും റെഫർ ചെയ്താൽ മാത്രമേ നമുക്കിതിലെ എൻ്റയർ പോർഷൻസ് കവർ ആവുള്ളൂ. അപ്പോൾ ഞാനിതിൽ കംപ്ലീറ്റ് പോർഷൻസ് എടുക്കും. നിങ്ങൾ ലൈബ്രറിയിൽ നിന്ന് കുറച്ച് കോമൺ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യണം ഇത് പഠിക്കണമെങ്കിൽ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ബുക്സ്. ചില ടോപ്പിക്ക് റെഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ റെഫറൻസ് ടെക്സ്റ്റും കൂടി എന്ത് ചെയ്യേണ്ടി വരും, യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് അല്ലേ, 5 ടെക്സ്റ്റ് ബുക്കും 10ൽ കൂടുതൽ റെഫറൻസ് ബുക്കുകളും ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് ഇതിൻ്റെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ പാറ്റേൺ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾ നോക്ക്, മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പാർട്ട് 1 എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിക്കൽ ആയിരിക്കും. പാർട്ട് 2 നിങ്ങൾ നോക്ക് ബേസിക് ഇലക്ട്രോണിക് അല്ലേ. ഇതിൽ 2 പാർട്ട് വീണ്ടും ഉണ്ട്, പാർട്ട് എയും പാർട്ട് ബിയും. നിങ്ങൾ പാർട്ട് എ നോക്ക്. പാർട്ട് എയിൽ 5 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 5 ക്വസ്റ്റ്യനിൽ ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ്, 4 മാർക്കാണ്. സോ 5 × 4 20 മാർക്സ് ആണ് പാർട്ട് എക്ക് റിസർവ് ചെയ്തിരിക്കുന്നത്. പാർട്ട് ബി നിങ്ങൾ നോക്കുകയാണെങ്കിൽ
പാർട്ട് ബി, ഇലക്ട്രോണിക്സിലെ പാർട്ട് ബി നോക്കുകയാണെങ്കിൽ 6ഉം 7ഉം ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 4 ആണ്. അപ്പോൾ മൊഡ്യൂൾ 4 തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇത് 10 മാർക്കിൻ്റെ സിംഗിൾ ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ 6-4 ആവാം. എങ്ങനെ വേണമെങ്കിൽ സ്പ്ലിറ്റ് അപ്പ് വരാം. അപ്പോൾ മൊഡ്യൂൾ 4 6ഉം 7ഉം കൊടുത്തിട്ടുണ്ട്. 6 or 7 ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. 6 അല്ലെങ്കിൽ 7 ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. സെയിം വേ മൊഡ്യൂൾ 5 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മൊഡ്യൂൾ 5 നിങ്ങൾക്ക് 2 പാർട്ട് കാണാം. 8, 9 എന്നുള്ള 2 ക്വസ്റ്റ്യൻ കാണാം. ഈ 8, 9 നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അതായത് 8 അല്ലെങ്കിൽ 9 ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ ഇരിക്കുന്നത്. അപ്പോൾ ഒരു മൊഡ്യൂളും കൂടി ഉണ്ടല്ലോ, മൊഡ്യൂൾ 6. മൊഡ്യൂൾ 6 10th ക്വസ്റ്റ്യനും 11th ക്വസ്റ്റ്യനും സെയിം പാറ്റേൺ. ഒന്നെങ്കിൽ നിങ്ങൾ 10th അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ 11th അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ക്വസ്റ്റ്യൻസിൽ തന്നെ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വരുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഒരു സിലബസ് ഔട്ട്ലൈൻ നിങ്ങൾക്ക് തന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് തൊട്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.